ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പുതിയ തീരുമാനത്തിലേക്ക്, പുതിയ മാറ്റത്തിലേക്ക് കേന്ദ്ര സർക്കാർ ചുവടെടുത്തു വയ്ക്കുന്ന സാഹചര്യത്തിൽ 2024 ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ വികസന തേരോട്ടം നയിക്കുവാൻ പോവുകയാണ് BJP സർക്കാർ എന്ന BJP പാളയങ്ങൾ കാര്യമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുമ്പോൾ കർഷക സമരവും തൊഴിലില്ലായ്മയും ഒക്കെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം അതിന് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരു കക്ഷികളും ശക്തമായ രീതിയിൽ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഓരോന്നായി പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഹാരാഷ്ട്ര ഭരിക്കുവാൻ പോകുന്നത് ആര് എന്നതിന് അങ്ങനെ എളുപ്പത്തിൽ ഒരു മറുപടി പറയുവാൻ സാധിക്കില്ല എന്നാണ് വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നിരുന്നാലും ചില സർവേ ഫലങ്ങൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അവസാനം എത്തിയിട്ടുള്ള അഭിപ്രായ സർവേ മഹാരാഷ്ട്രയിലെ 37 ജില്ലയിലെ 288 നിയമസഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ സഖ്യം കൂടി ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി സഖ്യവും മറ്റൊന്ന് NDA നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യവുമാണ്. അവിടുത്തെ 37 ജില്ലകളിൽ 288 നിയോജക മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് അധികാരത്തിലെത്തുവാൻ പോകുന്നതെന്ന് പരിശോധിക്കാം. സർവേ ഫലം പറയുന്നത് ഇങ്ങനെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ജില്ല യവത്മാലാണ്. യവത്മാലിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഇന്ത്യ സഖ്യം, അതായത് മഹാവികാസ് അഘാടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം. 3 മഹായുതിയാണ്. മഹായുതി എന്നാൽ NDA സർക്കാർ നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം. അവർ 3 സീറ്റുകൾ നേടും. അതായത് 7ൽ 4 ഇന്ത്യ സഖ്യവും 3 NDA സഖ്യവും. നാഗ്പൂരിലേക്ക് വരുമ്പോൾ നാഗ്പൂരിലുള്ളത് 12 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 8 ഇന്ത്യ സഖ്യം, 4 NDA. അതായത് NDA നേടുന്നതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ഇന്ത്യ സഖ്യം നാഗ്പൂരിൽ നേടുമെന്നുള്ളതാണ് സർവേ ഫലം പറയുന്നത്. 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഈ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. അമരാവതിയിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ഇന്ത്യ സഖ്യം, 3 NDA. നേരിയ വ്യത്യാസം മാത്രമാണ് അമരാവതിയിലുള്ളത്. 5 ഇന്ത്യ സഖ്യം, 3 NDA. ഔറംഗാബാദിൽ ആകെയുള്ളത് 9 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 3 ഇന്ത്യ സഖ്യം, 4 NDA, 2 മറ്റുള്ളവർ. ഇന്ത്യ സഖ്യവും മറ്റുള്ളവരും തമ്മിലുള്ള പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. 4 NDA അധികാരത്തിലെത്തുന്നു. അതായത് നേരിയ വ്യത്യാസം മാത്രമാണ് NDAയും ഇന്ത്യ സഖ്യവും മറ്റുള്ളവരും തമ്മിലുള്ളത് എന്ന സാരം. മുംബൈ, ഈ 37 ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് മുംബൈ. ആ മുംബൈയിൽ 36 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവിടെ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് നോക്കാം. 36 നിയമസഭാ മണ്ഡലങ്ങളുടെ മുംബൈയിൽ 18 ഇന്ത്യ സഖ്യമുള്ളത്, 16 NDA സഖ്യം വിജയിക്കും, 2 മറ്റുള്ളവർ. അവിടെ മുംബൈയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇന്ത്യ സഖ്യവും ഇന്ത്യയും തമ്മിൽ നടത്തുന്നത്. 18 ഇന്ത്യ സഖ്യം വിജയിക്കുമെങ്കിൽ പോലും 16 തൊട്ടടുത്ത NDAയുണ്ട്, 2 മറ്റുള്ളവർ. അഹമ്മദ് നഗറിലേക്ക് എത്തുമ്പോൾ അഹമ്മദ് നഗറിലും 12 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 ഇന്ത്യ സഖ്യം, 4 NDA. അതായത് നാഗ്പൂരിലെ പോലെയുള്ള അതേ സ്ഥിതിവിശേഷമാണ് അഹമ്മദ് നഗറിലുമുള്ളത്. അവിടെയും 12 നിയമസഭാ മണ്ഡലങ്ങൾ, ഇവിടെയും 12 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെയും 8 ഇന്ത്യ സഖ്യം, ഇവിടെയും 8 ഇന്ത്യ സഖ്യം. അവിടെ 4 NDA, ഇവിടെയും 4 NDA. വാഷിമിലേക്ക് പോകുമ്പോൾ വാഷിമിലാകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 3 ഇന്ത്യ സഖ്യം. NDAക്ക് എവിടെ സീറ്റ് ലഭിക്കുകയില്ല എന്നാണ് സർവേ ഫലം പറയുന്നത്. മുംബൈ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയാണ് പൂനെ. പൂനെയിലാകെയുള്ളത് 21 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 21 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 ഇന്ത്യ സഖ്യം, 12 NDA, 1 മറ്റുള്ളവർ. മുംബൈയിൽ നേരിയ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിനാണെങ്കിൽ പൂനെയിലേക്ക് വരുമ്പോൾ അവിടെ വലിയ ഭൂരിപക്ഷം നേടുന്നത് NDA ആണ്. NDA സഖ്യം 12 വിജയിക്കുമ്പോൾ 8 മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് വിജയിക്കുവാൻ സാധിക്കുക, മറ്റുള്ളവർ 1. അഗോളയിലേക്ക് വരുമ്പോൾ അഗോളയിലാകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ. അഗോളയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഇന്ത്യ സഖ്യം, 1 മാത്രമാണ് ഇന്ത്യക്ക് വിജയിക്കുവാൻ സാധിക്കുക എന്ന് സർവേ ഫലം പറയുന്നു. ബുൽദാന എന്ന ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇന്ത്യ സഖ്യം, 1 NDA. അഗോളയിലെ പോലെ തന്നെ വലിയ വ്യത്യാസം ഇന്ത്യ സഖ്യവും ഇന്ത്യയും തമ്മിൽ ഈ 2 ജില്ലകളിലുമുണ്ട്, ബുൽദാനിലും അഗോളയിലും. ബുൽദാനയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇന്ത്യ സഖ്യം, 1 NDA. ഹിംഗോളിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 3ൽ 3 NDA. ഇന്ത്യ സഖ്യത്തിന് അവിടെ വിജയിക്കുവാൻ സാധിക്കില്ല. ഹിംഗോളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 NDA തന്നെ വിജയിക്കും. ടാണയിലാകെയുള്ളത് 18 നിയമസഭാ മണ്ഡലങ്ങൾ.
പൂനെ പോലെ, മുംബൈ പോലെ ഠാണയും വളരെ പ്രധാനപ്പെട്ട ജില്ലയാണ്. ആ ഠാണയിലെ 18 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇന്ത്യ സഖ്യമെങ്കിൽ 12 NDA വിജയിക്കുവാൻ പോകുന്നത്. ഇരട്ടി വിജയം. 6 ഇന്ത്യ സഖ്യം വിജയിക്കുമെങ്കിൽ 12 NDA. ഗഡ്ചിരോളി എന്ന ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇന്ത്യ സഖ്യം, 1 മാത്രം NDA. ബിഡ എന്ന ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 ഇന്ത്യ സഖ്യം, 2 NDA, 1 മറ്റുള്ളവർ. സോളാപൂരിലേക്ക് വരുമ്പോൾ സോളാപൂരിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 ഇന്ത്യ സഖ്യം, 4 NDA. വലിയ വ്യത്യാസമുണ്ട് ഇന്ത്യ സഖ്യവും NDAയും തമ്മിൽ സോളാപൂരിൽ. ഗോദിയ ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഇന്ത്യ സഖ്യം തന്നെ വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. 1 പോലും NDA ഇല്ല. ബർദായിലേക്ക് വരുമ്പോൾ അവിടെ 4 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 3 ഇന്ത്യ സഖ്യം, 1 മാത്രം NDA. ബെൻഡാറിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ, ആ 3-ൽ 3 ഇന്ത്യ സഖ്യം തന്നെ വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. സിന്ധുദുർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെയും 3 ഇന്ത്യ സഖ്യം. നമ്മളിപ്പോൾ ബെൻഡാറും സിന്ധുദുറും പറയുമ്പോൾ 2 3 നിയമസഭാ മണ്ഡലങ്ങൾ, 2 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യം പരിപൂർണമായി വിജയിക്കും. അവിടങ്ങളിൽ എവിടെയും NDAക്ക് വിജയിക്കുവാൻ സാധിക്കില്ല എന്നാണ് സർവേ ഫലം പറയുന്നത്. റായ്ഗഡിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 2 മാത്രം ഇന്ത്യ സഖ്യം വിജയിക്കും, 5 NDA നേടും. അതായത് ഇരട്ടിയിൽ കൂടുതൽ സീറ്റുകൾ റായ്ഗഡിൽ NDA നേടുമെന്ന സാരം. ചന്ദ്രപൂരിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 5 ഇന്ത്യ സഖ്യം, 1 മാത്രം NDA. വലിയ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം ചന്ദ്രപൂരിൽ നേടുവാൻ പോകുന്നത്. 6 5 ഇന്ത്യ സഖ്യം, 1 മാത്രം NDA. കോലാപൂരിൽ 10 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 6 ഇന്ത്യ സഖ്യം, 4 NDA. 60% സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമ്പോൾ 40% NDA നേടുന്നു. ജുൽഗാവിൽ 11 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 5 ഇന്ത്യ സഖ്യം, 6 NDA. ജുൽഗാവിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ഇന്ത്യ സഖ്യം, 6 NDA. ലാത്തൂരിലേക്ക് വരുമ്പോൾ ലാത്തൂരിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, 3 ഇന്ത്യ സഖ്യം, 3 NDA. സാംഗ്ലിയയിലേക്ക് വരുമ്പോൾ 8 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 3 ഇന്ത്യ സഖ്യം, 5 NDA. നദേഡിലേക്ക് വരുമ്പോൾ 9 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 6 ഇന്ത്യ സഖ്യം, 3 NDA. വലിയ വ്യത്യാസമാണ് നദേഡിലുള്ളത്. ദുലൈയിലേക്ക് വരുമ്പോൾ 5 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 2 ഇന്ത്യ സഖ്യം, 3 NDA. ജുലൈയിലുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങളാണ്, അതിൽ 2 ഇന്ത്യ സഖ്യം, 3 NDA. പർബാണിൽ 4 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, അതിൽ 4 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. രത്നഗിരിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇന്ത്യ സഖ്യവും, 3 NDAയും വിജയിക്കും. ദാൽഗറിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 1 ഇന്ത്യ സഖ്യവും, 3 NDAയും, മറ്റുള്ളവർ 2 സീറ്റുകൾ നേടും. അതായത് ദാൽഗർ ഇന്ത്യ സഖ്യത്തിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മറ്റുള്ളവർ നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. ഉസ്മാനാബാദിൽ 12 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 7 ഇന്ത്യ സഖ്യം, 5 മാത്രം NDA. നാസിക്കിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇന്ത്യ സഖ്യം, 8 NDA, 1 മറ്റുള്ളവർ. നന്ദൂർബാദിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 3 ഇന്ത്യ സഖ്യം, 1 NDA. അതായത് ആകെയുള്ള 37 ജില്ലകളിൽ നിന്നുള്ള 288 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് 159 ഇന്ത്യ സഖ്യം വിജയിക്കും, 121 NDA സഖ്യം വിജയിക്കും, 8 മറ്റുള്ളവർ വിജയിക്കും. അതായത് മഹാരാഷ്ട്രയിൽ ആകെ വേണ്ട കേവല ഭൂരിപക്ഷം 145 എങ്കിൽ ആ 145 മുകളിൽ നിറയെ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് മഹാരാഷ്ട്രയിലെ കണക്കുകൾ പറയുന്നത്. എന്നാൽ ഇത് കേവലം സർവേ ഫലം മാത്രമാണ്. ജനവിധി വരുവാൻ ഇനിയും സമയമുണ്ട്. ജനങ്ങൾ വികസനങ്ങളെ കണക്കിലെടുക്കും, ജനവിരുദ്ധ വികാരങ്ങളെ കണക്കിലെടുക്കും, സർക്കാർ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കും, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ കണക്കിലെടുക്കും, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ കണക്കിലെടുക്കും. ഇവയെല്ലാം കണക്ക് കൂട്ടി കുറച്ച് മാത്രമേ ജനങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. അത്തരത്തിൽ വോട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും മഹാരാഷ്ട്രയുടെ വിധി, ആരായിരിക്കും മഹാരാഷ്ട്ര ഭരിക്കുവാൻ പോകുന്നത് എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതായിട്ടുണ്ട്.